നീ എവിടെ പോ? 2, 3, 4, 5, 6, 7, 8. അമ്മേ, ഇതിന്ന് വീണ കാലൊടിയും. ഇങ്ങോട്ട് പോ. പൊന്നേ ചക്രക്കുട്ട പൊന്നേ കെട്ടിയിട്ട് വാർത്താ. അയ്യോ ഞാനിത് താഴോട്ട് പോലെ പിന്നെ കൈയിട്ടാട്ടാൻ പറ്റുമോ ഇപ്പൊ? ഞാനിവിടെ മേലെ ഉണ്ടോ? അയ്യോ ഒരു കൈ എടുത്ത് എന്നെ കൂടെ പിടിച്ചോ. 2 കൈ ഇവിടെ തന്നെ പിടിക്കാൻ തയ്യാറില്ല. കൈവിടരുത്. അയ്യോ അയ്യോ ഞാനിത് താഴോട്ട് പോലെ പിന്നെ മേലോട്ട് ഞാനിവിടെ ബഹിരാകാശം നടത്തിയോ? കാലിന്ന് പിടിവിടാം പിടിവിടാം തണ്ടി. കാണുമ്പോലല്ലോ അതിന്റെ വെയിറ്റ്. തോന്നുന്നതാ എയർഫോഴ്സിനെ വിളിക്ക. ഫയർഫോഴ്സിനെ വിളിക്കണം. ഇതവിടെ അറേബ്യൻ കടലല്ലടാ, നിന്റെ മുതലാളിയാ. നീ എപ്പോഴും എത്തി? ആരും ആരെയും രക്ഷപ്പെടുത്തൂല, സ്വയം രക്ഷപ്പെട്ടാലേ പറ്റൂ. എന്നാലും വാ. വെള്ളം കുടിച്ചു കുടിച്ച് എന്തൊരു വെയിറ്റാണ് നിനക്ക്. ഇപ്പൊ ഒരു 12 കിലോ എങ്കിലും വരും നിനക്ക്. പാടാ പന്നി. എടാ കാർഗിൽ ഭീകര, നുഴഞ്ഞ കൈത്തക്കാരാ, നിയന്ത്രണ രേഖ നീ ലംഘിക്കുമല്ലടാ.
എടാ നമുക്ക് ഇത് ഞാനാണ് ഹാജിയാര്. കൊച്ചിനെ പേടിപ്പിക്കില്ലോ. മോനെ ഇതെങ്ങനെ ജെയിംസ് ബോണ്ടേ. ഒപ്പിച്ച്? ഇങ്ങനെ നമുക്ക് ഡ്രൈ ക്ലീനിങ് കൊടുക്കാം. ആ. ഇവനെ ഈ ബൊഫേഴ്സിനെ നമുക്ക് അതിർത്തിയിലേക്ക് അയക്കാം. ഓ, കിടന്നമറല്ലേ? തീർന്നോടാ നമുക്ക്. കുഴമ്പ് തീർന്ന ആചാര്യ. കൊയമ്പല്ലടാ, നിന്റെ ഒടുക്കത്തെ തിരുമ തീർന്നോന്നാ ചോദിച്ചോ. അയ്യടാ പാവം ഒന്നറിഞ്ഞില്ല. കിടക്കണ കിടപ്പുണ്ടില്ലേ? ഔ ശരിക്ക് കഷ്ണം മുറിക്ക പോലെയാ. ഇനി എന്റെ മോനെ ഞാൻ എങ്ങോട്ടും വിടൂല. മോൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. എണീറ്റ് കഴിഞ്ഞ മോന്റെ കൂടെ കളിക്കാൻ മമ്മി ഉണ്ടാവും. ഓ ചക്കരമുത്ത് ഉറങ്ങിക്കോ. മോൻ കളിച്ചോ കളിച്ചോ. മോന്റെ ഈ കളി കാരണം ഞങ്ങളിപ്പോ ഈ പരുവത്തിലായത്. നീ ഞങ്ങളുടെ അന്തകനാകാൻ വേണ്ടിട്ടാണോ അവതരിച്ചത്? ചൂട് തുണി നമുക്ക്. എന്ത് വേണമെന്ന് പറ. എടുത്ത് മാറ്റം. എടാ നമുക്ക് നീ ഒരുത്തൻ കാരണമാടാ ഈ പുലിവാരെല്ലാം പിടിച്ചത്. അന്റെ ഒടുക്കത്തെ ഒരു കിഡ്നാപ്പിക്ക് എന്റെ ഉമ്മാന്റെ കിഴിയും ഒരു തോയി വെച്ചല്ലോ. മസിൽ പിടിക്കും. മസിൽ കേറിയതാ. ഹലോ, ആരാ? ഐ ആം ഖാൻ, ജാഫർ ഖാൻ. എനിക്കൊരു കാര്യം അറിയണം. നിങ്ങളുടെ കൂടെ ഒരു കുട്ടിയുണ്ടോ? കുട്ടിയോ? ആ ഉണ്ടുണ്ട്, കൊടുക്കാം. ആ കുട്ടി, ശങ്കരക്കുട്ടി, നിനക്ക് ഫോൺ. ഏതൊരു ഖാൻ? എനിക്കോ? അല്ല, നിനക്ക്. ഖാനോ? ഹലോ, കുട്ടി സ്പീക്കിംഗ്. ഐ ആം ഖാൻ. ഏത് ഖാൻ? അംജദ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ. ഇതിൽ ഏത് കോൺസാ ഖാൻ സ്പീക്കിംഗ്? കുട്ടി, വിച്ച് കുട്ടി? ഹു ആർ യു? എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ആരാണെന്നോ? യൂഹു ഐ കുട്ടി, നോട്ട് വെച്ച് കുട്ടി, ശങ്കരൻ കുട്ടി, ശങ്കരൻ കുട്ടി. ആ, ഓക്കെ. ശങ്കരൻകുട്ടി, ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം. ആ, തിരികെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. നീ ഇപ്പോൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ സെല്ലുലാർ ഫോണിലൂടെയാണ്. എനിക്കറിയാം. ആ സെല്ലുലാർ ഫോണിനോടൊപ്പം നിങ്ങളുടെ കയ്യിൽ 7 മാസം പ്രായമായ ഒരു ബേബിയുണ്ട്. അത് ഞങ്ങളുടെ ബേബിയാണ്. ആ ബേബിയെ ഞങ്ങൾക്ക് വേണം. ഞാൻ പറയുന്ന സ്ഥലത്ത്, ഞാൻ പറയുന്ന സമയത്ത് ആ ബേബിയെ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാം. സംജ, നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്? ഞങ്ങൾ വളരെ വളരെ ദൂരെ ഒരിടത്ത് നിന്നാണ്. ആട്ടെ, നീ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? അതെ, ഇപ്പം ഞാനും വളരെ ദൂരെ നിന്നാണ്. ഇപ്പൊ നിൽക്കുന്നിടത്ത് നിന്നും 500 കിലോമീറ്റർ ദൂരെ നിന്നാണ് സംസാരിക്കുന്നത്. ശരി, കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടണം. കുട്ടി ഞങ്ങളുടെ കൈവശമില്ല. ഛീ, കള്ളം പറയുന്നോടാ. ഇവിടെ ഉള്ളത് നിങ്ങളുടെ കുട്ടിയല്ല, ഇത് വേറെ കുട്ടിയാ. കുട്ടിയെ തന്നാൽ നിങ്ങൾ ചോദിക്കുന്ന മണീസ് ഞങ്ങൾ തരും. ചോദിക്കുന്ന മണീസ് തരാമെന്നോ? ഞാനിപ്പോ എന്താ പറയുക? കുട്ടിയെയും കൊണ്ട് എവിടെ വരണമെന്ന് ഞങ്ങൾ പിന്നീട് വിളിച്ചു പറയാം. അപ്പോൾ അവിടെ വെച്ച് ആവശ്യമുള്ള പണം തന്നേക്കാം. ഓക്കേ? ഏതൊരു കാലാ വിളിച്ചത്. നമ്മുടെ ബോണ്ടിനെ അവർക്ക് കൊടുത്താൽ നമ്മൾ ആവശ്യപ്പെടുന്ന കാശ് അവർ തരാമെന്ന്. കാശ് തരാമെന്നല്ലേ? കാശുണ്ടാക്കാൻ വേണ്ടി ആരെയെങ്കിലും കിഡ്നാപ്പ് ചെയ്യാൻ നടന്നവരാ നമ്മൾ. ഇപ്പോ ഈ കുഞ്ഞിനു വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്ന കാശ് തരാമെന്ന് അവർ പറയുന്നു. പക്ഷേ നമ്മൾ ഈ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ആരായിരിക്കും ഫോൺ ചെയ്തത്? യഥാർത്ഥത്തിൽ കുട്ടിയെ തട്ടിയെടുത്തവരെന്നായിരിക്കും. അപ്പ അവന്മാരെ ഇനിയും വിളിക്കും. വിളിക്കട്ടെ. അപ്പോൾ കുട്ടിയെ നമ്മൾ അവർക്ക് കൈമാറാമെന്ന് പറയുന്നു. നമ്മൾ അവരോട് പണവും ആവശ്യപ്പെടുന്നു. അവർ പണവുമായി വരുമ്പോൾ പിടിച്ച് നമ്മൾ അവരെ പോലീസിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് കുട്ടിയെ അതിന്റെ യഥാർത്ഥ രക്ഷിതാക്കളെ കണ്ടെത്തി നമ്മൾ തിരിച്ചേൽപ്പിക്കുന്നു. ഇല്ല ഇല്ല ഇല്ല, ഓനെ നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് തെറ്റല്ലേ ഹാജിയാരെ? എവിടെ നിന്നോ വന്ന ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ പോലും ഇത്രമാത്രം ഉത്കണ്ഠപ്പെടുമ്പോൾ അവന്റെ യഥാർത്ഥ അച്ഛനമ്മമാർക്ക് എന്തുമാത്രം വേദന ഉണ്ടാവും? നമ്മുടെയൊക്കെ സ്വാർത്ഥത മാറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ.